ഇവിടെ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഒരിക്കൽ കൂടി രാജ്യത്തിന് മുന്നിലും ലോകത്തിന് മുന്നിലും നാം അവതരിപ്പിക്കുകയാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും നമ്മുടെ സാഹോദര്യ ബന്ധവുമാണ് ഇന്ന് ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തുന്നതിനിടയാക്കിയിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ബഹുമാന്യായ അധ്യക്ഷൻ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തബാധിത കുടുംബങ്ങൾ മനുഷ്യൻ സാധാരണ സ്വപ്നം കാണുന്നവരാണ്. ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ തലേ ദിവസം ആ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു. ഉറങ്ങുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ചിന്തിച്ചവരുണ്ടാവും. എന്നാൽ അവരുടെ മനുഷ്യനെ നടുക്കും തരത്തിലുള്ള ദുരന്തത്തിനാണ് അവരിരയായത്. സമാനതകളില്ലാത്ത ഒരു ദുരന്തം. അവശേഷിച്ചവർ ഇവിടെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ. ഒരുമിച്ച് തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് നാം ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഈ കുടുംബങ്ങൾക്കാകെ ഒരു പ്രത്യേക ടൗൺഷിപ്പ് എന്ന ആശയത്തിന് രൂപം കൊടുക്കുന്നത്. എന്നാൽ ആ സമയത്ത് തന്നെ കണ്ടിരുന്നു, അപൂർവം ചിലർ അവർക്ക് സ്വന്തമായി പോകണമെന്ന് ആഗ്രഹമുണ്ടാകാം. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിൽ തടസ്സം നിൽക്കേണ്ടതില്ല. അതിനെ സഹായിക്കാവുന്ന നിലയിൽ സഹായിക്കാമെന്നും ആ ഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ആലോചനകൾ തുടങ്ങുമ്പോൾ നമുക്ക് അശേഷം സംശയമുണ്ടായിരുന്നില്ല ഈ പദ്ധതി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ധാരാളം വരുമല്ലോ. എല്ലാവരും ഈ ആശയത്തോട് അനുകൂലിച്ചു. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കാൻ തയ്യാറായി. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. മാത്രമല്ല, എണ്ണം പറഞ്ഞുകൊണ്ട് ഇത്ര വീടുകൾ ഞങ്ങളുടെ വക നൽകാൻ
തയ്യാറാണ് എന്നും ആ ഘട്ടത്തിൽ അറിയിക്കുകയുണ്ടായി. എല്ലാം കൂടി വന്നപ്പോൾ നല്ല നമ്പറുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. അത് ഈ വീടുകൾ നിർമ്മിക്കുക, ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന വാഗ്ദാനം സംസ്ഥാനം നൽകുകയാണ്. അപ്പോൾ അത് നടപ്പാക്കേണ്ടതാണ്. ഈ നൽകിയ വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും കൂട്ടർ അത് പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത്രയും വീടുകൾ ഒഴിച്ചിടാനാവില്ല. കാരണം എല്ലാ വീടുകളുടെയും നിർമ്മാണം ഒരേ രീതിയിൽ നടത്താനാണ് നിശ്ചയിച്ചത്. അപ്പോൾ ഏതെങ്കിലും കൂട്ടർ പിൻവാങ്ങുന്നു, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത് മുഴുവൻ നിറവേറ്റാനാകുന്നില്ല എന്നൊക്കെ വന്നാൽ അതിൻ്റെ കുറവ് വീട് നിർമ്മാണത്തെ ബാധിക്കില്ല. എല്ലാ വീടുകളും നിർമ്മിക്കുക, അത് സംസ്ഥാനം നൽകിയിട്ടുള്ള വാഗ്ദത്തമാണ്. അത് പൂർണ്ണമായി നിറവേറ്റാനുള്ള ബാധ്യത സംസ്ഥാനത്തിനുണ്ട് എന്ന നിലപാട് എല്ലാവരുമായും പങ്കുവച്ചിരുന്നു. ഈ വാഗ്ദത്തം ചെയ്തവരുടെ മുന്നിലും ആ കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും വാഗ്ദത്തം ചെയ്തവരിൽ ഒട്ടേറെ പേർ മാതൃകാപരമായി തന്നെ അത് നിറവേറ്റാൻ തയ്യാറായി.